إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومكروا مكرا ومكرنا مكرا وهم لا يشعرون. فانظر كيف كان عاقبة مكرهم أنا دمرناهم فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുസ്ലിങ്ങൾ അല്ലാഹു തആല അവർക്ക് ഖുർആനിലൂടെ ധാരാളമായിട്ട് ആശ്വാസവചനങ്ങൾ, അവരുടെ പ്രയാസങ്ങൾക്കുള്ള പ്രതിവിധികൾ നൽകാറുണ്ട്. പല നാടുകളിലും പലയിടങ്ങളിലും വിശ്വാസികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ നാട്ടിലായിരുന്നാലും മറ്റു വ്യത്യസ്ത നാടുകളിലായിരുന്നാലും വിശ്വാസികളെ ഉന്മൂലനം ചെയ്യാനും അവരെ വധിക്കുവാനും അവർക്കെതിരിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുവാനും അവർക്കെതിരിൽ ചതിപ്രയോഗങ്ങൾ നടത്തുവാനും അവരുടെ നാട്ടിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും അവരുടെ ജോലിസ്ഥലങ്ങളിൽ നിന്നുമൊക്കെ തിരിച്ചയക്കുവാനോ അല്ലെങ്കിൽ അവർക്കെതിരിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുവാനോ ചതിപ്രയോഗങ്ങൾ നടത്തുവാനോ ഉദ്ദേശിക്കാറുണ്ട്. അവിടെയൊക്കെ നമുക്ക് ചില ആശ്വാസവചനങ്ങളുണ്ട്. വിശ്വാസി എന്നുള്ള നിലക്ക്, മുസ്ലിം എന്നുള്ള നിലക്ക് അവൻ്റെ ജീവിതത്തെ അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എന്നുള്ളതാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 46-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറയുന്നു, വഖദ് മകറു മക്രഹും വഇൻദല്ലാഹി മക്രുഹും വഇൻ കാന മക്രുഹും ലിതസൂല മിൻഹുൽ ജിബാൽ
അവര് ഒരു തന്ത്രം പ്രയോഗിച്ചു. അവരവരുടെ തന്ത്രം പ്രയോഗിച്ചു. വഇൻദല്ലാഹി മക്റുഹും, എന്നാൽ അല്ലാഹുവിലുണ്ട് അവർക്കുള്ള തന്ത്രം, അവർക്കെതിരെയുള്ള തന്ത്രം. വഇൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, അവരുടെ തന്ത്രങ്ങൾ നിമിത്തം പർവ്വതങ്ങളൊന്നും നീങ്ങിപ്പോകുവാൻ മാത്രമൊന്നുമില്ല. അവർക്ക് പർവ്വതങ്ങളെ നീക്കുവാൻ കഴിയുന്ന രൂപത്തിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളതിൽ പ്രയാസപ്പെടേണ്ടതില്ല. فإذا رأيت من يمكر بالإسلام أو بالمسلمين أو بك خاصة فتذكر هذه الآيات. ഈ ആയത്തുകളെയാണ് ഒരു വിശ്വാസി അയാൾക്കെതിരിലോ മുസ്ലിങ്ങൾക്കെതിരിലോ ഒരു നാടിനെതിരിലോ ആരെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ, ചതിപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അയാൾ ആലോചിക്കേണ്ടത് ഈ ആയത്തുകളാണ്. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പറയുന്നു, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലി. ആരെങ്കിലും ദുഷിച്ച തന്ത്രങ്ങൾ കൈക്കൊള്ളുന്നുണ്ട് എങ്കിൽ ആ തന്ത്രങ്ങളുടെയൊക്കെ ഫലങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലുന്നതാണ്. ആരാണോ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്, ആരാണോ സയ്യി ആയിട്ടുള്ള മോശമായിട്ടുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്, ഒരു വിശ്വാസിക്കെതിരിൽ, വിശ്വാസി സമൂഹത്തിനെതിരിൽ, മുസ്ലിങ്ങൾക്കെതിരിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ അവർക്കെതിരിൽ തന്നെ ആ തന്ത്രങ്ങൾ തിരിച്ചു കുത്തുന്നതാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. സൂറത്ത് യൂനുസിലെ 23-ാമത്തെ ആയത്തിലും അല്ലാഹു തആല പറയുന്നു, ഇന്നമാ ബഗ്യുക്കും അലാ അൻഫുസിക്കും. നിങ്ങൾ അതിക്രമം പ്രയോഗിക്കുന്നുണ്ട് എങ്കിൽ, മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന അതിക്രമം അത് നിങ്ങൾക്കെതിരിൽ തന്നെയായിരിക്കും, നിങ്ങൾക്കെതിരിൽ തന്നെയായിരിക്കും. അലാ അൻഫുസിക്കും. നമ്മളും ചെയ്യാൻ പാടില്ല. നമുക്കൊരു വിശ്വാസിക്കെതിരെ ആരെങ്കിലും ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അതവർക്ക് തിരിച്ചു കിട്ടും എന്ന് അല്ലാഹു തആല വിശ്വാസികൾക്ക് സമാധാനത്തിന്റെ വചനങ്ങൾ ഇറക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ആലോചിച്ച് നോക്കൂ. സമൂദ് ഗോത്രത്തില് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമക്കെതിരെ സമൂദ് ഗോത്രം തന്ത്രം പ്രയോഗിച്ചപ്പോൾ റസൂൽ അല്ലാഹു തആല സ്വാലിഹ് നബിയെ രക്ഷപ്പെടുത്തി. വമക്രു മക്രൻ വമകർനാ മക്രൻ വഹും ലാ യശ്ഉറൂൻ. അവർ തന്ത്രം പ്രയോഗിച്ചു, നമ്മളും തന്ത്രം പ്രയോഗിച്ചു. വഹും ലാ യശ്ഉറൂൻ, അവരത് ഓർത്തില്ല. ഫൻദുറു കൈഫ കാന ആഖിബതു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. സൂറത്തുൻ നംലിലെ 50-51 വചനങ്ങളാണ്. അവരുടെ തന്ത്രത്തിന്റെ പര്യവസാനം എന്തായിരുന്നു? അവരെയും അവരുടെ ജനങ്ങളെയും മുഴുവൻ നാം തകർത്തു കളഞ്ഞു എന്ന് അല്ലാഹു തആല പറയാണ്. സമൂദ് ഗോത്രം സ്വാലിഹ് നബിയെ ഉപദ്രവിക്കാൻ, കൊല്ലുവാൻ വേണ്ടിയിട്ട് തന്ത്രം പ്രയോഗിക്കുകയും രാത്രിയിൽ കൊല്ലുവാൻ വേണ്ടിയിട്ട് അവർ അതിനുവേണ്ടി കാത്തിരിക്കാൻ ഒരു ഗുഹയിൽ കയറുകയും, എന്നിട്ട് രാത്രി വരെ കാത്തിരിക്കാൻ അവർ കരുതിയത് ഒരു കല്ല് വന്ന് ആ ഗുഹാമുഖത്തെ അടഞ്ഞു എന്നും, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല സ്വാലിഹ് നബിയെ രക്ഷപ്പെടുത്തി എന്നും കാണാൻ കഴിയും. സഹോദരങ്ങളെ, മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ മുശ്രിക്കീങ്ങൾ വഖദ് മക്കറൽ മുശ്രികൂന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനും ബന്ധനസ്ഥനാക്കുവാനും നാട് കടത്തുവാനും മുശ്രിക്കീങ്ങൾ വിചാരിച്ചപ്പോൾ അല്ലാഹു തആല റസൂലിനെ രക്ഷപ്പെടുത്തി. വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയുത്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അള്ളാന്റെ റസൂലിനെ പിടിച്ചു വെക്കാനും ബന്ധനസ്ഥനാക്കാനും കൊല നടത്തുവാനോ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുവാനോ വേണ്ടി ഉദ്ദേശിച്ചപ്പോ, അവരതിനു വേണ്ടി തന്ത്രം പ്രയോഗിച്ചപ്പോ വയംകുറുല്ലാഹ്, അല്ലാഹു ആണ് തന്ത്രം പ്രയോഗിച്ചു, അല്ലാഹു തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അല്ലാഹു ആണ് ഏറെ തന്ത്രം പ്രയോഗിക്കുന്നവൻ. നമ്മുടെ തന്ത്രങ്ങളൊന്നുമല്ല.
നമ്മുടെ തന്ത്രങ്ങൾ കൊണ്ട് ഒന്നും നടക്കില്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മളെ തന്ത്രങ്ങൾ കൊണ്ട് നമുക്കെല്ലാം നേടാൻ കഴിയും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. വിശ്വാസികൾക്കെതിരെ തന്ത്രം പ്രയോഗിക്കുന്നവർ, മുസ്ലിം ഉമ്മത്തിനെതിരെ തന്ത്രം പ്രയോഗിക്കുന്നവർ, ആ തന്ത്രങ്ങളൊന്നും വിലപ്പോകുകയില്ല. കാരണം അല്ലാഹു തആലയാണ് ഖൈറുൽ മാക്കിരീൻ. അല്ലാഹുവാണ് ഖൈറുൽ മാക്കിരീൻ. ആ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ തന്ത്രങ്ങളൊന്നും വിലപ്പോവുകയില്ല. അതേ പ്രകാരം തന്നെ വകദാലിക മക്കറൽ മുനാഫിഖൂന ബിഹി, റസൂലിനെതിരെ മുനാഫിക്കുകളും മക്ർ കാണിച്ചിട്ടുണ്ട്, തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് ഫാത്തിർ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യംകുറൂന അസ്സയ്യിആതി ലഹും അദാബുൻ ശദീദ് വമക്റുഹു ഉലൈക ഹുവ യബൂർ. അതെ, അള്ളാഹിന്റെ റസൂലിനെതിരെ തന്ത്രം പ്രയോഗിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ദുഷിച്ച തന്ത്രങ്ങൾ, വല്ലദീന യംകുറൂന അസ്സയ്യിആത്, തെറ്റായ തന്ത്രങ്ങൾ, ദുഷിച്ച തന്ത്രങ്ങൾ, അവർ ചെയ്യുന്ന ആ ദുഷിച്ച തന്ത്രപ്രയോഗങ്ങൾക്കെതിരെ അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. ലഹും അദാബുൻ ശദീദ് വമക്റു ഉലൈക ഹുവ യബൂർ. അവരുടെ തന്ത്രങ്ങളെ നാശമടയുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല പറയാണ്. യഹൂദികൾ വമക്റു യഹൂദ് അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ കാന മക്റുഹും, എങ്ങനെയായിരുന്നു അവരുടെ തന്ത്രം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുവാൻ വേണ്ടി, വധിക്കുവാൻ. പക്ഷേ അല്ലാഹു തആല അവരുടെ തന്ത്രങ്ങളെയും അവരുടെ ഗൂഢാലോചനകളെയും അവരുടെ ചതിപ്രയോഗങ്ങളെയും ഒക്കെ അല്ലാഹു തആല മാറ്റിക്കളഞ്ഞു. നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആട്ടിന്റെ മാംസത്തിൽ വിഷം നൽകിയത് റസൂലിനെ അല്ലാഹു തആല രക്ഷിച്ചു. ഈ രൂപത്തിൽ വിശ്വാസികൾക്കെതിരെ തിരിയുന്ന ആളുകളെ, അവർക്കെതിരിൽ അല്ലാഹു തആല തന്ത്രം പ്രയോഗിക്കും. ഇമാം അൽബാനി റഹ്മഹുല്ലാഹ് സ്വഹീഹാക്കിയ ഹദീസിൽ കാണാൻ കഴിയും, അൻ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുമാ ഖാൽ ലൗലാ അന്നി സമിഅ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ മക്റു വൽ ഖദീഅ ഫിന്നാർ ലകുൻതു മിൻ അംകരിൻ നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഞാൻ ഈ ഹദീസ് കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനായിരിക്കുമായിരുന്നു ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല തന്ത്രം പ്രയോഗിക്കുന്നവൻ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തന്ത്രവും ചതിപ്രയോഗങ്ങളും നരകത്തിലാണ് അവസാനിക്കുക. അൽ മക്റു വൽ ഖദീഅ ഫിന്നാർ. നമ്മളും ചതിപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല. ആർക്കെതിരിലും നമ്മളും ചതിപ്രയോഗങ്ങളോ തന്ത്രങ്ങളോ പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയോ ചതിപ്രയോഗങ്ങൾ നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മുമ്പിലുള്ള ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞത്. സമൂദ് ഗോത്രം നടത്തിയിട്ടുള്ള ചതിപ്രയോഗങ്ങൾക്ക് അല്ലാഹു നൽകിയ മറുപടി. ഇവിടെ ഇതാ ഫിർഔനിന്റെ ചരിത്രം നിങ്ങൾ നോക്ക്. ഹാദാ ഫിർഔൻ ബഗാ ഫിൽ അർദ് ബിഗൈരിൽ ഹഖ് വദ്ദഅ الربوبية والألوهية كيف فعل الله. എങ്ങനെ അല്ലാഹു തആല ഫിർഔൻ ഈ രൂപത്തിൽ അതിക്രമം പ്രവർത്തിക്കുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ, അവൻ റുബൂബിയത്തും ഉലൂഹിയത്തും വായിച്ചപ്പോൾ ഫിർഔൻ പറഞ്ഞല്ലോ, അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. അഹങ്കാരം കൊണ്ട്, കിബർ കൊണ്ട് അവൻ പറഞ്ഞല്ലോ, ഇതെന്റേതാണ്, ഈ നാട് എന്റേതാണ്, എൻ്റെ തായ് ഭാഗത്തു കൂടെയല്ലേ അരുവികൾ ഒഴുകുന്നത്, എൻ്റെ അധീനത്തിലാണ്, എൻ്റെ അധികാര പരിധിയിലാണ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. നിങ്ങൾ നോക്ക്, മുസ്ലിങ്ങൾക്കെതിരിൽ അതിക്രമം നടത്തുന്ന അധികാരികളായിട്ടുള്ള നേതാക്കന്മാർ പറയുന്നത് പോലെ, ഞാനാണ് ഇവിടുത്തെ അധികാരി, ഞാനാണ് ഈ നാടിൻ്റെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ ആ ആളുകളോടുള്ള
ആ ആളുകൾക്ക് ഉള്ള ഉണർത്തലാണ് ഫിറഔനിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്ന കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളെ വധിക്കുവാനും ഉപദ്രവിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും അവരുടെ നാട്ടിൽ നിന്ന് ഇറക്കുവാനും അവരുടെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കുവാനും ശ്രമിക്കുന്ന ആളുകളോട് ഫിറഔനിന്റെ ചരിത്രമാണ് വിശ്വാസിക്ക് പറയാനുള്ളത്. അങ്ങനെ അത് അനുഭവിക്കുന്ന വിശ്വാസി മനസ്സിലാക്കേണ്ടത് മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രമാണ്. അല്ലാഹു തആല രക്ഷിച്ച ചരിത്രമാണ്. അതേപോലെ തന്നെ ഖുർആൻ പറയുന്നു, വകദാലിക ഹഖൽ ഖുർആൻ ഖിസ്സത ഖാറൂൻ ഇന്നഹു ബആ. അയാളും അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞെന്താ? ഖുർആൻ പറഞ്ഞു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം, സൂറത്തുൽ ഖസസ്. അതേ പ്രകാരം തന്നെ പറഞ്ഞു, അവനോട് ഖാറൂനോട് സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ എന്താ നിർദ്ദേശിച്ചത്? ഖാലു ലഹു വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്ത്. ഖാറൂൻ അതിക്രമം പ്രവർത്തിച്ചു. അപ്പൊ ആളുകൾ തിരുത്തി കൊടുത്തു, നിങ്ങളെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കരുത്, ഫിത്ന ഉണ്ടാക്കാൻ ആഗ്രഹിക്കരുത്. കാരണം എന്താ? അല്ലാഹു തആല മുഫ്സിദീങ്ങളെ, ഫസാദ് ഉണ്ടാക്കുന്നവരെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ, ഫിത്നകൾ ഉണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അതിന്റെ പര്യവസാനം എന്താ? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവനെയും അവന്റെ വീടിനെയും അല്ലാഹു തആല പിളർത്തിയിട്ട് ഭൂമിയുടെ അടിയിലേക്കാക്കി. ഇതാണ് ഫസാദ് ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു തആല നൽകുന്ന ഫലം എന്ന് പറഞ്ഞത്. ഇത് വിശ്വാസികൾക്കൊരു സമാധാനമാണ്. അല്ലാഹു ഉണ്ട്, അല്ലാഹു തആല സഹായിക്കും എന്നുള്ളതാണ്. ഫവഖാഹുല്ലാഹ്, അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മകറു വഹാഖ ബിആലി ഫിർഔന സൂഅൽ അദാബിന്നാർ യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, സൂറത്തുൽ ഗാഫിർ. അപ്പോൾ അവർ നടത്തിയ കുതന്ത്രങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്ന് അല്ലാഹു തആല അദ്ദേഹത്തെ കാത്തു. മൂസാ നബി അലൈഹിസ്സലാമയെയും സമുദായത്തെയും കാത്തു. ഫവഖാഹുല്ലാഹു സയ്യിആതി മാ മകറു. വിശ്വാസികൾക്കെതിരെ ആര് തന്ത്രം പ്രയോഗിച്ചാലും അല്ലാഹു തആല കാക്കും. ക്ഷമിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവർക്ക് പരലോകത്തുള്ള ശിക്ഷയും അല്ലാഹു തആല പറയാൻ, നരകം രാവിലെയും വൈകുന്നേരം അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം ഫിർഔനിന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ അല്ലാഹു തആല പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് മുസ്ലിം ഉമ്മത്തിനോട് തന്ത്രം പ്രയോഗിക്കുന്നവർക്കെതിരെയുള്ള അല്ലാഹു തആലയുടെ തന്ത്രം എന്ന് പറയുന്നത്. ഇത് ചരിത്രമാണ്. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ ചരിത്രങ്ങൾ നമുക്കുള്ള ആശ്വാസങ്ങളാണ്, നമുക്കുള്ള പാഠങ്ങളാണ്. നമ്മൾ വേറെ ആളുകൾക്കെതിൽ തന്ത്രം പ്രയോഗിക്കാതിരിക്കാനുള്ള താക്കീതുകളുമാണ്. അല്ലാഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروه فإنه هو الغفور الرحيم. الحمد لله حمدا وشكر لله شكرا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وأوصيكم ثانيا بتقوى الله. നമ്മൾ പറഞ്ഞു വന്നത് മുസ്ലിം ഉമ്മത്തിനെതിരെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. അവിടെയൊക്കെ വിശ്വാസിക്കുണ്ടാകേണ്ട ഒരു സമാധാനം എന്ന് പറയുന്നത് ഈ ആയത്തുകളാണ് എന്നാണ് ഉണർത്തി വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ കിട്ടി വരുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അവരെ റസൂലിനെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. അവർ പറഞ്ഞു, കല്ല വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ. അല്ലാഹു തആല നിങ്ങളെ പ്രയാസപ്പെടുത്തൂല.
കാരണം നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലാണ് ജീവിക്കുന്നത്. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ നീക്കിക്കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ആ ഹദീസിൻ്റെ ബാക്കി. അപ്പോൾ അല്ലാഹു തആലയോട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളും ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഇദാ കാനൽ വാഹിദ് മിൻകും മുസ്തഖീമൻ വവഖഫൻ ഇൻദ ഹുദൂദില്ലാഹ്, അള്ളാഹിൻ്റെ അതിർവരമ്പുകളിൽ നിൽക്കുന്നയാളാണ് എങ്കിൽ, നേരെ ചൊവ്വ ജീവിക്കുന്നയാളാണ് എങ്കിൽ, ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ, വയഅരിഫുൽ ഹലാല വൽ ഹറാം വലാ യഅസില്ലാഹ അബദൻ, ഹലാലും ഹറാമും അറിയുകയും അതിനനുസരിച്ച് ജീവിക്കുക, അള്ളാഹ്ക്കെതിരെ അള്ളാഹിനോട് ധിക്കാരം പ്രവർത്തിക്കാതിരിക്കുക. ഇതാണെങ്കിൽ വഹാദാ വഅദുല്ലാഹി അസ്സ വജല്ല ഫലൻ യുഖ്സിയല്ലാഹു അബദ, അല്ലാഹു തആല ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തുകയില്ല. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും ഖബർ ശിക്ഷയിലും നരകശിക്ഷയിലും കാത്തുരക്ഷിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജോലികളിൽ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യവും ഇണക്കവും സ്നേഹവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെതിരിൽ തന്ത്രം പ്രയോഗിക്കുന്ന, ഷർറിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ആളുകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാ ശത്രുക്കളിൽ നിന്നും, കുതന്ത്രക്കാരിൽ നിന്നും, അസൂയാലുക്കളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ കാത്തുരക്ഷിക്കണ റഹ്മാനായ നാഥാ. ഞങ്ങളുടെ റിസ്കിനെ വിശാലമാക്കി നൽകണ റഹ്മാനായ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين، اللهم دمر أعداءك وأعداء الدين. اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا في فلسطين، اللهم انصرهم نصرا كاملا، اللهم انصرهم نصرا كاملا. اللهم عليك باليهود، اللهم عليك باليهود، اللهم شتت شملهم وفرق جمعهم. اللهم أرنا فيهم عجائب قدرتك، اللهم أرنا فيهم عجائب قدرتك. اللهم وفق أميرنا وولي عهده لهداك، واجعل عملهما في رضاك، وألبسهما ثوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. الله أكبر، الله أكبر، أشهد أن لا إله إلا الله، أشهد أن محمدا رسول الله. حي على الصلاة.